അതിൻ്റെ ഷേപ്പ് ഉണ്ടോ? ഈ മരത്തിൻ്റെ ഇല ഉണ്ടോ? നോക്കിയേ എന്ത് ഭംഗിയുണ്ടെന്ന് നോക്കിയേ. കുഞ്ഞിലയാണ്. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരു ചെടി. മരത്തിന് നല്ല ഷേപ്പുണ്ട്. ആ മരത്തിൻ്റെ ഷേപ്പ് ഉണ്ടോ? ഇതൊക്കെ നമ്മൾ ഇതിൻ്റെ സ്ട്രക്ചർ ഉണ്ടോ? നല്ല ഭംഗിയില്ലേ കാണാൻ. ഇത് ഇവിടുത്തെ അമേരിക്കൻസൊക്കെ വീടിൻ്റെ ഫ്രണ്ടിൽ വെച്ച് പിടിപ്പിക്കുന്ന ചെടിയാണ്. വീട്ടിൻ്റെ ഫ്രണ്ടിൽ തണലായിട്ട് യൂസ് ചെയ്യാം. ഇതിൻ്റെ ഇലയ്ക്കൊരു പ്രത്യേകത കേട്ടോ. പലതരത്തിലുള്ള ഇതുണ്ട്. പച്ചയുണ്ട്, ബർഗണ്ടി കളറുള്ള ഇതാണ്. അപ്പം നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം. ഇത് കണ്ടല്ലേ, ഇത് നോക്കിക്കേ. നമ്മുടെ നാട്ടിലെ ബൊഗൈൻവില്ല മാതിരി ഇരിക്കുന്നില്ലേ? മുട്ടുകൾ ഇനിയും വിരിയാനുണ്ട്. കണ്ട, ഇതിൻ്റെ എല്ലാ കളേഴ്സും ഉണ്ട്, എല്ലാ കളേഴ്സും. ഇതിൻ്റെ അതൊരു പർപ്പിൾ, അതെ, ഇതൊരു ഓറഞ്ച് വെറൈറ്റി കളേഴ്സിൽ വരണം. ഇതൊക്കെ നമ്മൾ ഈ ഏപ്രിൽ മെയ് ജൂൺ മാസത്തിലെ ഈ ചെടികളൊക്കെ പൂക്കുള്ളൂ. നമുക്കിതുവഴി ഒന്ന് കയറുന്നൊക്കെ ഇവിടെ വരെ ചെല്ലുമെന്ന്. ഇവിടെ ഇരിക്കുന്ന മരങ്ങൾക്കൊക്കെ നല്ല പ്രായമുണ്ട് കേട്ടോ. നല്ല പ്രായമുള്ള മരങ്ങളാണ്. ഇതുവഴിയൊക്കെയാണ് പോണത്. നമുക്കൊരു ബോധമില്ല. നമുക്ക് ആ സൈഡ് കൂടെ പോകാം. ലാസ്റ്റ് തിരിച്ച് കാറിനകത്ത് ഇല്ലണം കൈ. ഇതൊരു കാട്ടിൽ കയറിയ പ്രകൃതിയില്ല. ഇത് ഈ പൂക്കളൊക്കെ വാടിക്കഴിഞ്ഞു. ഒരു ഫോറസ്റ്റിൽ കയറിയ ഒരു ഇതല്ലേ, ഒരു ഫീലിങ്സ് അല്ലേ. നമ്മൾ ഫോറസ്റ്റിലല്ല കേട്ടോ. ദഹിച്ച് നോക്കി എന്ത് ഭംഗിയുണ്ട് ആ ഫ്ലവർ നോക്കി. അതിൻ്റെ തന്നെ ഒരു പർപ്പിളാണിത്. പക്ഷെ അതിൻ്റെ കാലാവധി കഴിഞ്ഞു. അതൊരു വൈറ്റ്, ഇത് വെള്ളയാണ്, അതിൻ്റെയും കാലാവധി കഴിഞ്ഞു. ഇതെല്ലാം നമ്മുടെ നാട്ടിലെ കടലാസിയുടെ ഒരു വെറൈറ്റി സെക്ഷൻ മാതിരി ഇരിക്കും. പിന്നെ ഈ മരങ്ങൾക്കൊക്കെ നല്ല വർഷം പഴക്കമുണ്ട് കേട്ടോ. ഇതേണ്ട, ഈ മരങ്ങളുടെയൊക്കെ ഏജ് ആവത്തിൽ ഓരോ ടാഗ് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കാണുന്നില്ല. മിക്ക മരത്തിന് എത്ര വർഷം പഴക്കമുള്ളതാണെന്നുള്ള ടാഗ് വേണം. കാരണം ഈ ഗാർഡന് കുറേ വർഷത്തിൻ്റെ പഴക്കമുണ്ട്. ഫോട്ടോഗ്രാഫിക്ക് വേണ്ടിയിട്ടാണ് ഈ ഗാർഡൻ അത് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഇഷ്ടമുള്ള പോലെ ഫോട്ടോഗ്രാഫിയൊക്കെ എടുക്കാം. പിന്നെ പറഞ്ഞില്ലേ, ഫോട്ടോഷൂട്ടിനുള്ള പിക്ചേഴ്സുകൾ, നമ്മുടെ വെഡ്ഡിങ്ങിനോ എൻഗേജ്മെൻറ്റിനോ ഒക്കെയുള്ള നല്ല പിക്ചേഴ്സുകൾ നമുക്കിതിനകത്ത് നിന്ന് എടുക്കാൻ പറ്റും. ഇതൊരു നമ്മളൊരു കാട്ടിൽ പോകുന്നൊരു പ്രകൃതിയല്ലേ. നമ്മുടെ നാട്ടിലൊക്കെ ഒരു വയനാടൻ പ്രദേശത്തൂടെയൊക്കെ പോകുന്ന ഒരു പ്രതീതി അതാണ്. എന്താ, രണ്ട് സൈഡിലും മരങ്ങളാണ്, ചെറിയൊരു വഴിയും അതിന് നടുക്കൂടെയാണ് നടക്കുന്നത്. ഇനി തിരിച്ച് കറങ്ങി തിരിഞ്ഞ് കാറിലെത്തണം. അതാണ് അടുത്തത്. ദിസ് ഫ്ലവർ, ആ ബ്യൂട്ടിഫുൾ ഏരിയസ്. എന്താ എന്ത് രസമാണ് നോക്കിയത്. ഇരിക്കണമെങ്കിൽ ഇരുന്ന് കുറച്ച് നേരം. ഇത് ചെടിയാ, പക്ഷെ അതിൽ ഒരു പൂക്കൾ വരണ കുറച്ച് കഴിഞ്ഞിട്ടേ ഉള്ളൂ. നമ്മുടെ നാട്ടിലെ ഈ എന്താ പറയുക, ചേമ്പിൻ്റെ കൂട്ടുള്ള ചെടി, ഈ ചെടി നമ്മുടെ നാട്ടിലുണ്ട്. അതിൻ്റെ മറ്റൊരു വേർഷനാണത്. ഉണ്ടോ? ഇതിന് വൈറ്റ് ലെയറും അതൊരു ഡാർക്ക് ലീവ്സും ഉള്ളതേ ഉള്ളൂ. അതിൻ്റെ മറ്റൊരു, നമ്മൾ ഈ എന്താ പറയുക, മണി പ്ലാന്റ് എന്ന് പറയുന്നതിൻ്റെ മറ്റൊരു വേർഷൻ കണ്ടോ? അതിൻ്റെ മറ്റൊരു വേർഷനാണിത്. അതിൻ്റെ മറ്റൊരു വേർഷനാണിത്. മണി പ്ലാന്റിൻ്റെ പോട്ടെ, അതിൻ്റെയൊക്കെ ഒരു ഫാമിലിപ്പെട്ട പ്ലാന്റാണ്. ഇനി നമുക്ക് തിരിച്ച് ഇതിനകത്തുനിന്ന് എങ്ങനെയാണ് പുറത്തിറങ്ങണം എന്നുള്ള കാര്യം നമുക്കൊന്ന് നോക്കാം. ഇപ്പം നമ്മളൊരു ഫോറസ്റ്റിൽ നിൽക്കുന്ന ഫീൽ ചെയ്തല്ലേ, ഒരു കാട്ടിൽ കൂടി യാത്ര ചെയ്യുന്ന പോലെ തോന്നണല്ലേ. അതിൻ്റെ സെയിം ഫ്ലവർ ഉണ്ടോ? എല്ലാം ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ചെടികളാണ്. എല്ലാം നല്ല ഫ്ലവേഴ്സ്. ഇത് ഹൈഡ്രാഞ്ച അല്ല, അത് വേറെയാണ്. അത് ഹൈഡ്രാഞ്ച അല്ല, ഇത് ഹൈഡ്രാഞ്ച അല്ല. ഹൈഡ്രാഞ്ചയുടെ പൂവ് അങ്ങനെയല്ല. ഈ മരം കണ്ട എന്താണെന്ന് നോക്കി, എത്ര ഹൈപ്പാണെന്ന് നോക്കി. ഇരട്ട മരം ഉണ്ടോ? ഇവിടുന്ന് വന്നിട്ട് ഇവിടുന്ന് ഒറ്റ മരമായിട്ട് വന്നിട്ട് ഇതേ അവിടെ എത്തിയിട്ട് അത് ഇരട്ട മരമായിട്ട് ഉണ്ടോ? ഇങ്ങില്ല കാണാൻ. നമുക്ക് ഈ കാറ്റിൽ നിന്ന് പുറത്തിറങ്ങി നോക്കാം എങ്ങനെയുണ്ട്. നല്ല കാറ്റ്, നല്ല കാറ്റ്. ഇതെല്ലാം താഴെ നിന്ന് ഒരു മരം വന്നിട്ട് മുകളിലോട്ട് ചെല്ലുമ്പോഴത്തേക്ക് ഇരട്ട മരമായിട്ട് പോകണ്ട.
ഇവിടെയൊക്കെ നമുക്ക് ഇരുന്ന് കാറ്റ് കൊള്ളാം. ബുക്ക് റീഡ് ചെയ്യുന്നവർക്ക് ബുക്ക് റീഡ് ചെയ്യാം, ലാപ്ടോപ്പിൽ വർക്ക് ചെയ്യേണ്ടവർക്ക് അത് ചെയ്യാം. അങ്ങനെ സ്ട്രെസ് അടിച്ചിരിക്കുന്ന ആൾക്കാർക്കൊക്കെ ഇവിടെ വന്നിരുന്നാൽ നല്ല സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള ഒരു ടൈം. ഇഷ്ടം പോലെ ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ. ഫ്ലവേഴ്സ് ഇത് ഫെബ്രുവരി മാർച്ച് മുതൽ ഓരോരോ ടൈപ്പിലുള്ള ഫ്ലവേഴ്സാണ്. ഫസ്റ്റ് ടൂലിപ്പ്, പിന്നെ ചെറി ബ്ലോസം, അങ്ങനെ അതിൻ്റെയൊക്കെ ടൈം കഴിഞ്ഞ് അടുത്ത മെയ് മാസം ആകുമ്പോഴത്തേക്കും ഈ ചെടികളുടെയൊക്കെ ഒരു വേർഷൻ ബിക്കേം ത്രൂ ഹിയർ. ചെടികളുടെ കാര്യത്തിൽ സൂപ്പർ കളക്ഷൻ അവിടെ ഉള്ളത്. പക്ഷെ ഒറ്റ നോട്ടത്തിൽ നമ്മൾ ഈ ചെടികളെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ബൊഗൈൻവില്ല മാതിരി ഇരിക്കും. കണ്ടല്ലേ, നമ്മളൊരു കാട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നൊരു പ്രകൃതിയില്ലേ. കാറ്റുകൊണ്ട് കുറച്ച് നേരം അവിടെ ഇരുന്നു. ഞാനിവിടെയൊക്കെ ഇറങ്ങി ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ട് വരാം. അല്ലെങ്കിൽ ഇത്രയും നടന്നു കഴിഞ്ഞപ്പോൾ പാവത്തിൽ ഇരിക്കുക സ്ഥലം കണ്ടില്ലേ, അവിടെ കുറച്ച് നേരം ഇരിക്കുക. നമ്മൾ ഈ ചെടിയുടെ വിശേഷം കൊണ്ട് നല്ല ഭംഗിയുള്ള ചെടിയല്ലേ. ഈ ഒരു മരത്തിൻ്റെ സ്ട്രക്ചർ ഇതിൻ്റെ ലീവ്സ് ചെറുതാട്ടാ, ഇതിൻ്റെയും വലിയ ലീവ്സ് ഉണ്ട്. ഇത് മിക്ക അമേരിക്കൻസും അവരുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഇതേപോലെ ഒരു ചെടി കാണും. ഒരു മരം, ചെടി എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു മരമാണ്. അതിൽ ചിലത് നല്ല പച്ച കളറായിരിക്കും, ചിലത് നല്ല ബർഗണ്ടി കളറായിരിക്കും, ചിലതിന് കുഞ്ഞിലയായിരിക്കും, ചിലതിന് വലിയ ഇലയായിരിക്കും കേട്ടോ. പക്ഷേ ഇത് കാണാൻ നല്ല ഭംഗിയാണ് ഇങ്ങനെ നിൽക്കുന്ന കാണാനായിട്ട്. അപ്പം വീടിൻ്റെയൊക്കെ ഫ്രണ്ടിൽ റൈറ്റ് സൈഡിലായിട്ട് മിക്ക അമേരിക്കൻസിൻ്റെയും വീട്ടിൽ ഇതേപോലെ ഒരു ചെടി കാണും. ഇപ്പോൾ അത് ഫോളോ ചെയ്ത് മലയാളീസും അതേപോലെ ചെടി വെക്കാറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് ഗിവ് മി ദ വാല്യുബിൾ കമൻറ്റ്സ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ഗൈസ്. പ്ലാന്റിംഗ് ഫീൽഡിലെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. മിക്കവർക്കും ഞാനിടുന്ന ഫ്ലവേഴ്സിൻ്റെ ഈ ഗാർഡൻ്റെ വീഡിയോസാണ് കൂടുതൽ ഇഷ്ടമെന്ന് തോന്നണം. അതുപോലെ തന്നെ ന്യൂയോർക്കിൽ നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമുള്ള പ്ലേസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക കേട്ടോ. നമുക്കതിപ്പം അതിൻ്റെ ആയിട്ടുള്ള വീഡിയോസുകളൊക്കെ എടുത്തിട്ട് നല്ല ചൂടുണ്ട്. ഇങ്ങനെയുണ്ടോ ഈ ഗാർഡൻ്റെ ബാക്ക്ഗ്രൗണ്ട്, ഇങ്ങനെയാണ് നല്ല ഭംഗിയല്ലേ. കുട്ടികളെ കൊണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് എൻജോയ് ചെയ്യാനായിട്ട് നന്നായിട്ട് പറ്റും. ഒരു 1 ഡേ ഔട്ട് ഇതിന് പ്രത്യേകിച്ച് നിങ്ങൾ എൻട്രൻസ് ഫീ കാറ് പാർക്ക് ചെയ്യുന്നതിന് നമ്മളൊരു $8 അവിടെ മ്യൂണി പാർക്കിൽ പാർക്ക് ചെയ്താൽ മതി. വേറെ അല്ലാതെ ഫീസൊന്നും ഈ ഗാർഡനിൽ കൊടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ടൈം കിട്ടുന്നവരൊക്കെ പോകുന്നുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ഗൈസ്.